ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ നല്ല മഴ കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പനീർ മസാലയാണ്. അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻകാരൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പനീർ മസാല. ഇപ്പം നമ്മുടെ നാടുകളിലും എല്ലാവരും ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലൊന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 3 സവാള, തക്കാളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി ഇത്ര എടുക്കില്ല, അതിനകത്തൊന്നും ഒരു 3-4 അല്ലി എടുക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് പനീർ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന ആയതുകൊണ്ട് അത് എത്ര ഉണ്ടെന്ന് എനിക്ക് പറയാനറിയില്ല. അതിന്റെ പകുതിയെ ഞാനിപ്പോൾ എടുക്കുന്നതും ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പനീറിന് നമുക്ക് ഇത്ര ഗ്രേവി ആവശ്യമുള്ള നമുക്കൊരു കിച്ചൺ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഇത്ര ഗ്രേവിക്ക് ഇത്ര വേണം. അപ്പോൾ ആ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെക്കാം. ഞാൻ നീളത്തിലായിരുന്നു, നമ്മൾ ഒരുപാട് കനം കുറച്ചൊന്നും അരിയേണ്ട ആവശ്യമില്ല. കാരണം ഇത് വഴറ്റിയിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിക്കാനുള്ള. അതിൻ്റെ കൂടെ പനീറും ക്യൂബായിട്ട് മുറിച്ചെടുത്തു. ഞാൻ മല്ലിയില, പെരിഞ്ചീരകം, ഏലക്ക, 2 ഗ്രാമ്പു, ഒരു പട്ട, കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു ബേ ലീഫും, ഇത് ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചീനച്ചട്ടി എടുത്ത് ഞാൻ ഗ്യാസിൽ വെച്ച് തീ കത്തിച്ചു. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ചധികം, ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. ബട്ടറോ ഉള്ള ആൾക്കാരാണെങ്കിൽ ബട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല, വെളിച്ചെണ്ണയുടെ ഒരു മണവും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലായിരുന്നു കേട്ടോ. അതപ്പം നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്നറിയാമോ, നമുക്ക് ആ പനീറിനകത്ത് കുറച്ചൊരു മഞ്ഞപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. മിക്സ് ചെയ്ത്, ചില ആൾക്കാരുണ്ട് പിന്നെ പനീർ ഫ്രൈ ചെയ്യാതെ വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങ് ഭയങ്കര എന്ന് വെച്ചാൽ കട്ടിക്ക് അങ്ങ് ഫ്രൈ ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ശാല മഞ്ഞപ്പൊടിയുടെ ഒക്കെ കളർ പിടിച്ച് ആ ഒരു രീതിയിൽ മാത്രം. അപ്പോൾ ഞാൻ എണ്ണ നല്ല ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ പനീർ ക്യൂബായിട്ട് വെച്ച ഇത് നമ്മൾ ഒരുപാടിട്ടങ്ങ് ഇളക്കാനൊന്നും നിൽക്കില്ല, പനീർ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒന്ന് ഫ്ലെയിം താത്ത് വെച്ചിട്ട് നമുക്ക് പനീറിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത്, ഞാൻ ഒരുപാട് ഇട്ട് ഇളക്കുന്നില്ല. മിക്കപ്പോഴും എനിക്ക് കിട്ടുന്ന പണിയാണ്. ഞാൻ എപ്പോൾ പനീർ കറി ഉണ്ടെങ്കിലും പനീർ പൊടിഞ്ഞു പോകും കേട്ടോ. ഞാൻ ഇന്നത് പാനും എടുത്തില്ല, കാരണം പാൻ എടുക്കുന്നതിൻ്റെ മേളിലായിരുന്നത്. അതുകൊണ്ട് പാൻ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ അതും എടുത്തില്ല. മടി കാരണം ഇന്ന് ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. നമുക്കിന്ന് അതിനകത്തുള്ള ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എൻ്റെ പനീർ ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു ഇടയ്ക്ക് കേട്ടോ. അതപ്പോൾ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനതപ്പോൾ കോരി മാറ്റും. നമ്മളിനി ഈ പാത്രം മാറുകയേ വേണ്ട കേട്ടോ. ഈ പാത്രം കുറച്ച് പനീറിൻ്റെ പൊടിയൊക്കെ കിടന്നെന്ന് പറഞ്ഞാൽ യാതൊന്നും കുഴപ്പമില്ല. കാരണം സവാളയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കോളും, കരിയത്തില്ല. ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചേക്കുന്ന പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇത് ഇത്രയൊന്ന് നല്ലതായിട്ട് ചൂടാക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഞാൻ വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല കേട്ടോ, ആ അല്ലി കൂട്ട് തന്നെ അങ്ങ് ഇടുക. അത് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടങ്ങ് മൂക്കണ്ട, എന്നാലും ചെറിയ രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് സവാള, നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം ഞാൻ കേട്ടോ. ഞാൻ ആ 3 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ലേ. ഈ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ ഇടയ്ക്ക് സവാള വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. എല്ലാവരും പറയുന്നേക്കാം സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നേക്കാം. പക്ഷെ എനിക്ക് ഒരുപാട് അങ്ങനെ അങ്ങനെ വഴണ്ട് വരുന്ന ഉപ്പ് അങ്ങനെ പ്രധാനമായിട്ടും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഇടയ്ക്ക് പലപ്പോഴും തോന്നുമ്പോൾ ഞാനും ചെയ്യും കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പനീർ മൂപ്പിക്കാനായിട്ട് വെച്ചില്ലായിരുന്നു, അതിനകത്തിൽ ആ പനീറിന്റെ മഞ്ഞപ്പൊടി ഈ എണ്ണയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു മഞ്ഞിപ്പ് പോലെ തോന്നുന്നത്. അപ്പം ഞാൻ ഉപ്പിട്ടതിന് ശേഷം അതിനകത്തിലോട്ട് തന്നെ എന്തിട്ട് കൊടുക്കും, അണ്ടിപ്പരിപ്പ് കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ വെള്ളത്തിനകത്തിട്ട് കുതുക്കാനൊന്നും നിൽക്കുന്നില്ല. ചില ആൾക്കാർ ഈ അണ്ടിപ്പരിപ്പ് ഈ സമയം കൊണ്ട് വെള്ളത്തിനകത്തിട്ട് കുതുക്കും. ഞാൻ ഈ സവാളയുടെ ഒക്കെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് അതിനകത്തിൽ തന്നെ കിടന്ന് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിക്കോളും, കുതിർന്ന് വന്നോളും. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടിട്ടാണ് സവാള വഴറ്റുന്നത്. അതിനകത്തിലോട്ട് ഞാൻ പിന്നെ ആ മല്ലിയിലയിലെ കുറച്ചേ എടുക്കുന്നുള്ളൂ, ബാക്കി മല്ലിയില ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കറിയായി കഴിയുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് തൂവി കൊടുക്കാനായിട്ട് മല്ലിയില ഇട്ടു. മല്ലിയില ഇട്ടതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തക്കാളി ഇട്ടു. നമുക്ക് വന്നിട്ട് ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ വഴറ്റണം, അതായത് തക്കാളി ഒന്ന് വെന്ത് വരണം ആ രീതിയിൽ. ഒരുപാട് അങ്ങ് ഇതാകണ്ട കേട്ടോ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് മിക്സിയിലിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം.
അപ്പോൾ ഇതാ എൻ്റെ സവാളയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വഴണ്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ആ പാത്രം മാറേണ്ട, അടിയിൽ പിടിക്കത്തൊന്നുമില്ല. കാരണം ആ സവാള അങ്ങോട്ട് ഇടുമ്പോഴേ അതിൻ്റെ ആ ഒരു വെള്ളമായി ഇറങ്ങുമ്പോഴേ അടിയിൽ പിടിക്കുന്ന ആ ഒരു ഇതങ്ങ് മാറും. അതുകൊണ്ട് പാത്രം ഇനിയിപ്പോൾ ഈ സവാളയും തക്കാളിയും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വരത്തില്ലേ, ആ സമയം കൊണ്ട് നമ്മൾ ഈ പാത്രം ഒന്ന് കഴുകണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ളൊരു അടുക്കി പിടിക്കൽ ഇതിനകത്തിലുണ്ടാവും. അപ്പം പിന്നെ ഞാനിത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞപ്പ് ശകലം കുറവായിരുന്നു. അപ്പം ഞാൻ പിന്നെ ശകലം മഞ്ഞപ്പൊടി ഇട്ടു ഒന്ന് കളറിന് വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർ ചെയ്യാറുണ്ട്, ഇതിങ്ങനെ എടുത്ത് തണുപ്പിച്ചിട്ട് അരയ്ക്കും. ചില ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെ, ഇതിൻ്റെ കൂടെ തന്നെ മസാല ഇട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ ഇട്ട് അരച്ചെടുക്കും. ഞാനപ്പോൾ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ കിട്ടും ഒരു കിച്ചൺ കിങ് മസാല. ഇപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നാട്ടിൽ സുലഭമായിട്ട് കിട്ടും കേട്ടോ. കിച്ചൺ കിങ് മസാല എന്ന് പറഞ്ഞ ഒരു മസാലയുണ്ട്, അതും ഇട്ട് ഞാൻ ശകലം ഗരം മസാല ഇട്ടു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഞാൻ മുളക് പൊടി ഇതിനിടുന്നില്ല, കാരണം ആ കിച്ചൺ കിങ് മസാല ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ വരും. ഇതൊരു നമ്മുടെ ഓറഞ്ച് കളറിലായി കറി ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടതേ ഇല്ല. എന്നിട്ട് ഈ മസാലകളെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഇത് നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഈ ചൂടോടെ മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ കാര്യം പോക്കാം. എൻ്റെ മിക്സി ആണെങ്കിൽ പെട്ടെന്ന് ചൂടാകുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ചൂടോടെ തന്നെ മസാല എടുത്തിട്ട് അരച്ചു കഴിഞ്ഞാലും നല്ല കേമായിരിക്കും. അപ്പോൾ പിന്നെ എൻ്റെ മസാല നന്നായിട്ട് എന്നുവെച്ചാൽ വഴണ്ട് ആ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനപ്പം ഗ്യാസൊക്കെ ഓഫാക്കി ഒരു 10 മിനിറ്റ് നേരം ഞാൻ തണുക്കാൻ വെച്ചോളൂ. കാരണം മോള് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അപ്പം മോൾക്ക് ഇത് കൊടുത്തു വിടാനും വേണ്ടിയിട്ടാണ് ഞാനിത് വെപ്രാളപ്പെട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനത് ഒരു 10 മിനിറ്റ് പോലും ഞാൻ വെച്ചിട്ടില്ല. ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തു. മിക്സിക്കകത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കാം. ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ മിക്സിയല്ലേ ഇതാ അരച്ച് വന്നപ്പോൾ ഈ രീതിയുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ ആ മസാലയുടെ എല്ലാം കൂടെ. ഞാൻ ആ ചീനിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഗ്യാസിലോട്ട് വെച്ചു. സത്യം പറഞ്ഞാൽ മക്കളെ സ്കൂളിൽ വിടുന്ന എല്ലാ അമ്മമാർക്കും രാവിലത്തെ ഒരു വെപ്രാളം. അതും എൻ്റെ മോളെ എനിക്ക് ഇവിടുന്ന് 7:10 ആകുമ്പോഴത്തേക്ക് താഴെ കൊണ്ടുവന്ന് നിർത്തണം, സ്കൂൾ ബസ്സിന് കൊണ്ടുപോകണം. അവൾക്ക് അന്നേരം രാവിലെ 2 ടിഫിൻ റെഡിയാക്കണം, അവളെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ചൊരുക്കണം. അപ്പം രാവിലത്തെ വെപ്രാളം എല്ലാ അമ്മമാർക്കും അറിയാമല്ലോ. പിന്നെ ഞാൻ ചീൻചട്ടി വെച്ച് ചീൻചട്ടിക്കകത്ത് ഞാൻ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാകുന്ന സമയത്ത് നല്ലതായിട്ട് ചൂടായി വരണം കേട്ടോ. ചില ആൾക്കാരുണ്ട് ഈ മണ്ടയ്ക്ക് മുളക് പൊടി, ഈ മുളക് പൊടി കൊണ്ട് തളം കെട്ടി നിൽക്കണം എന്നുള്ളൊരു ഇഷ്ടമുള്ള ആൾക്കാർ ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് വേണ്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ ആദ്യമേ എടുത്തു വെച്ചേക്കുന്ന ബേ ലീഫ് ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാലയില്ലേ, ആ മസാല ഈ എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഒരു വെള്ളം വറ്റുന്നിടം വരെ, എണ്ണ തെളിഞ്ഞ് വരില്ലേ, ആ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വരെ. എൻ്റേതാണെങ്കിൽ അധികം വെള്ളമില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അധികമായിട്ടൊന്നും ഇട്ട് ഇളക്കാൻ പോയില്ല, കാരണം എൻ്റെ പെട്ടെന്ന് തന്നെ എണ്ണ തെളിഞ്ഞ് വന്നു, ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തെടുത്ത് പെട്ടെന്ന് തന്നെ മിക്സിയുടെ ജാറങ്ങ് കഴുകി അതിനകത്തോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനങ്ങ് വെള്ളം ഒഴിച്ചു. ഞാൻ നന്നായിട്ട് വഴറ്റിയായിരുന്നു സവാള, അപ്പം അതുകൊണ്ട് വെള്ളമയം ഒരുപാടില്ലായിരുന്നു. അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം ഒഴിച്ച് നമ്മുടെ പരുവത്തിന്, ഇപ്പം ഇത്ര കട്ടി വേണം, ചില ആൾക്കാർക്ക് ഒരുപാട് കട്ടിക്കിരിക്കുന്ന മസാല ഇഷ്ടമല്ല, ചില ആൾക്കാർക്ക് ശകലോടെ എന്താ പറയുക കട്ടി വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു. കണ്ട അതിൻ്റെ കളറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു ജസ്റ്റ് ഓറഞ്ച് കളറിലായിരിക്കും ഈ കറി ഇരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം ആദ്യമേ ഒന്നും ബട്ടർ ഇട്ടില്ല, നമ്മൾ സൺഫ്ലവർ ഒഴിച്ച് തന്നെ ഉണ്ടാക്കുന്നെങ്കിൽ ലാസ്റ്റ് അങ്ങോട്ട് കറി അങ്ങോട്ട് തിളച്ച് വന്ന് കഴിയത്തില്ലേ, ആ സമയത്താണെങ്കിലും 1 ക്യൂബ് ബട്ടറിൻ്റെ പീസ്, 1 ക്യൂബ് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഇതിന് പുതിയ പേരാക്കാം, പനീർ ബട്ടർ മസാല. അങ്ങനെയാക്കാം. ഇത് വെറും പനീർ മസാല കറി കേട്ടോ. ഇതാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗ്രേവി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട്
ഇളക്കി. ഇതിപ്പം തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മളവിടെ എന്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടോ, പനീർ. കാരണം പനീറിനെ ഉപ്പൊക്കെ പിടിക്കണ്ടേ. അപ്പം തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ വെള്ളമൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ റെഡിയാക്കി വെച്ചേക്കുന്ന പനീറൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശക്കല ഞാൻ നോക്കിയപ്പോൾ, ഞാൻ നേരത്തെ സവാളയ്ക്ക് ശകലം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശകലം ഉപ്പ് കുറവാണ്. ഞാനപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ റെഡിയാക്കി വെച്ചേക്കുന്ന പനീർ അതും അതിനകത്തോട്ട്. നമ്മൾ ഈ പനീർ വറുത്ത് കോരി വെച്ചപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതുകൂടെ തന്നെ ആ ഒരു മഞ്ഞപ്പൊടിയുടെ എണ്ണയായിരുന്നു. അപ്പോൾ അത് ആ മേളിൽ ഇങ്ങനെ തിളങ്ങിട്ടിരിക്കുന്നത് നല്ല രസമായിരുന്നു. ഞാനപ്പോൾ ആ എണ്ണയോടെ വടിച്ചങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. വടിച്ചെന്നാ ഞങ്ങളെ നാട്ടിൽ പറയുന്നത്, വേറെ സ്ഥലത്ത് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനപ്പോൾ പനീറോട് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി തിള വരുന്നിടം വരെ നോക്കി നിന്നു. അപ്പോൾ നമ്മുടെ കറിക്ക് തിളയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല മണമായിരുന്നു. ആ മസാലയുടെയും കാര്യത്തിൻ്റെ എല്ലാം കൂടെ നല്ല മണം ഇങ്ങനെ മുക്കിനകത്തോട്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറയാൻ വിട്ട് കൊതിയടിക്കായിരുന്നു. നോക്കി പനീറിൽ ആ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മോക്ക് ഇത് മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ശക്കലം ഗരം മസാല മേളിലോട്ട് ഇട്ട് കൊടുത്തു. പൗഡർ, ഗരം മസാലയുടെ പൗഡർ ഉണ്ടല്ലോ, ശക്കലം ഒരു ഗുമ്മിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയിരുന്ന മല്ലിയിലയും കൂടെ ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ പനീർ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ കശുവണ്ടി ഇട്ടെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ക്രീമി ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ശക്കല നമ്മൾ എത്രത്തോളം കശുവണ്ടി ഇടുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. ചില ആൾക്കാരാണെങ്കിൽ വെള്ളത്തിനകത്തിട്ട്, ചൂടുവെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് എടുക്കും. അപ്പം അതിനെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ ഈ രാവിലെ എഴുന്നേറ്റുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ കുതുക്കാനൊന്നും നിന്നില്ല, സമയം കിട്ടത്തില്ല, വെപ്രാളമായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ചപ്പാത്തി, സോഫ്റ്റ് ചപ്പാത്തി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.